ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ ചെറിയൊരു ക്ലിപ്പ് നിങ്ങൾക്ക് ആദ്യം തന്നെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആ ക്ലിപ്പ് കണ്ടിട്ട് ഞാൻ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ഇത് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ആ ക്ലിപ്പ് ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അപ്പോൾ ഇതാരാണെന്ന് മനസ്സിലായല്ലോ? കണ്ടു നോക്കൂ. കല്യാണം ഇൻഷാ അല്ലാഹ് ഒന്നും തീരുമാനിച്ചില്ല, ഉടനെ ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വർഷം ഉണ്ടാവും? അല്ല, ഈ വർഷം കാണാൻ ചാൻസ് ഇല്ല, അടുത്ത വർഷമായിരിക്കും. അപ്പൊ കുറച്ച് ക്ലിപ്പ് ഞാനിപ്പോൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആരാണെന്ന് മനസ്സിലായാലും ജാസ്മിയാണ്. ജാസ്മിന്റെ നിശ്ചയത്തിന്റെ ആ ഒരു വീഡിയോ ആണ് അത്. അപ്പൊ നമുക്ക് ആ കുറച്ച് കണ്ടല്ലോ, ഇനി ബാക്കി കുറച്ച് ഭാഗം കൂടെ നമുക്കൊന്ന് കാണാം കേട്ടോ. അതും കൂടെ കണ്ടിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പൊ നിങ്ങൾ അതൊന്നും കൂടെ ഒന്ന് കണ്ടു നോക്കൂ. കാണാൻ ചാൻസ് ഇല്ല, അടുത്ത വർഷമായിരിക്കും. വയനാട്, കോഴിക്കോട്. ശരി, ഹലോ. അപ്പൊ അതില് കാണിക്കുന്നത് ആരാണ്? അവിടെ പറയുന്നത് മുന്നക്കയായിട്ടുള്ള നിശ്ചയത്തിന്റെ ക്ലിപ്പാണ് ആ വീഡിയോ. ആ ക്ലിപ്പാണ്. അപ്പൊ അത് കൂടെ നിൽക്കുന്നത് ആരാണെന്ന് മനസ്സിലായല്ലോ. കൂടെ അവളുടെ അടുത്ത് നിൽക്കുന്ന ആളെ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഞാൻ കാണിച്ച ക്ലിപ്പ് ഒന്നുകൂടെ കണ്ടിട്ട് ഞാൻ പറയണത് കേൾക്കണം കേട്ടോ. എന്താണെന്ന് ചോദിച്ചാൽ അതെന്താണെന്ന് വെച്ചാൽ മുന്നൊക്കെ ആയിട്ടുള്ള നിശ്ചയത്തിന്റെ വീഡിയോ ആണ് എന്നാണ് പറയുന്നത്. ആരാണ് ചെറുക്കൻ എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. അപ്പൊ മുന്നക്കയാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ എപ്പോൾ കല്യാണം ഉണ്ടാവുമെന്ന് ചോദിക്കുമ്പോൾ ഈ വർഷം ഉണ്ടാവില്ല, അടുത്ത വർഷമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അടുത്തല്ല, മുന്നൊക്കെ ആയിട്ടുള്ള നിശ്ചയത്തിന്റെ ആ സമയത്തുള്ള വീഡിയോ ആണ് അത്. പിന്നെ അതിന്റെ ജാസ്മിന്റെ കൂടെ നിൽക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, അത് അഫ്സലാണ്. അപ്പോൾ ഇപ്പോൾ കല്യാണം ഉറപ്പിച്ചിട്ടാണ് ബിഗ് ബോസിൽ വന്നു എന്ന് പറഞ്ഞ ഉണ്ടല്ലോ, ആ അഫ്സലാണ് കൂടെയുള്ളത്. നിങ്ങൾ നോട്ട് ചെയ്ത് എന്താണെന്നുള്ളത് അറിയില്ല. അപ്പൊ നിങ്ങൾ നോട്ട് ചെയ്ത് ഒന്നുകൂടെ കണ്ടു നോക്കണം, കണ്ടിട്ടില്ല എങ്കിൽ. അപ്പോൾ കൂടെയുള്ളത് അഫ്സലാണ്. അപ്പോൾ മുന്നക്കായുമായിട്ട് നിശ്ചയം കഴിയുമ്പോൾ തന്നെ അഫ്സലുമായിട്ട് അറിയാം റിലേഷൻ ഉണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത്. എന്താന്ന് ചോദിച്ചാൽ അപ്പോൾ എന്താണ് അഫ്സൽ പറയുന്നത്, ജാനുമായിട്ടുള്ള റിലേഷൻ കൊണ്ടല്ല മുന്നൊക്കെ പിരിഞ്ഞത് എന്നാണ് അഫ്സൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താണെന്ന് അറിയില്ല. അപ്പോൾ കമന്റ്സും കാര്യങ്ങളൊക്കെ വരുന്നത് എന്താണ് അഫ്സലുമായിട്ടുള്ള ബന്ധം അറിഞ്ഞത് കൊണ്ടാണ് മുന്നക്ക അതിൽ നിന്ന് പിന്മാറിയത് എന്നാണ് വരുന്നത് തോട്ടം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ എന്താണ് മുന്നൊക്കെയായിട്ടുള്ള സമയത്ത് തന്നെ ജാസ്മിക്ക് അഫ്സലുമായിട്ട് റിലേഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മുന്നൊക്കെയായിട്ടുള്ള കല്യാണം മുടങ്ങിയത്, നിശ്ചയത്തിന്റെ ഇത് വരെ എത്തിയത്. ഇപ്പൊ അഫ്സലുമായിട്ട് നിശ്ചയം കഴിഞ്ഞിട്ടാണ് ബിഗ് ബോസിലോട്ട് കയറിയിരിക്കുന്നത്. അപ്പോൾ അഫ്സലിനെ തേച്ചിട്ട് ഇനി ഗബ്രിന്റെ പുറകെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിന് എന്ത് മനസ്സിലായി? അപ്പോൾ ജാസ്മിക്ക് ഇത് തന്നെയാണ് തൊഴിൽ, ഇതിന് യാതൊരു മാറ്റവും ഇല്ല എന്നാണ് ഇതൊന്ന് മനസ്സിലാക്കേണ്ടത്. എന്ത് തന്നെയാണെങ്കിലും ജാസ്മിന്റെ കളി ഭയങ്കര കളി തന്നെയാണ്. എല്ലാവരും തേക്കുക, പിന്നെ വേറെ അയാളുമായിട്ട് കൂട്ടുകൂടുക, പിന്നെ ഒരാളത്തേക്ക് മറ്റൊരാളായിട്ട് കൂട്ടുകൂടാ. എന്തായാലും ബെസ്റ്റ് പരിപാടി തന്നെയാണ് ജാസ്മി, നിന്നെ ഞാൻ സല്യൂട്ട് ചെയ്യുന്നു. അത്രയ്ക്കും ഇതായിട്ടുള്ളതാണ്. പിന്നെ ബിഗ് ബോസത്തെ കാര്യം പറയണ്ട, അവിടെ അങ്ങ് കണ്ട് തകർക്കും. അവൾക്ക് പുറത്ത് ഭയങ്കര സപ്പോർട്ടാണല്ലോ, അവിടെ കടന്ന് തകർക്കാനും കാണിച്ചു കൂട്ടാനും എല്ലാം. എന്തായാലും എന്ത് തന്നെയാലും ജാസ്മി നിന്റെ കാര്യം കട്ടപ്പോകയാണ്. എന്തായാലും ഗബ്രിയുടെ പുറകെ നടന്ന് ഇനി ഗബ്രി കെട്ടോ എന്താണെന്ന് അറിയില്ല. ഇനി പുറത്തറിയും കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും നല്ല ആളിനെ കണ്ട ഗബ്രിയെ കളഞ്ഞിട്ട് വേറെ ആരെങ്കിലും പുറകെ പോകും. പിന്നെ നല്ല തൊലിവെളുപ്പും ഭംഗിയൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെ ആരും വീഴുകയും ചെയ്യും. ആരും വീഴാതിരിക്കില്ല. അപ്പോൾ എന്താണ് കുറച്ച് നിറവും ഇതും കണ്ടാൽ മതിയല്ലോ, ആരും വീണു പോകും. അവളുടെ സംസാരത്തിൽ ആരും വീഴ്ത്താനുള്ള കഴിവുമുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ഇത് ഭയങ്കര കൊടും ചതി തന്നെയാണ്. ഒരാളെ നിശ്ചയം കഴിഞ്ഞിരിക്കുമ്പോൾ തന്നെ മറ്റൊരാളായിട്ടുള്ള ഒരു റിലേഷൻ ബന്ധം എന്നൊക്കെ പറയണത്. അപ്പൊ എന്തായാലും ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ട് പറഞ്ഞതുപോലെ തന്നെ എന്താണ് മുന്നൊക്കെ ആയിട്ട് ഉറപ്പിച്ച ആളുടെ കൂടെ നിന്ന് ഉള്ള ഒരാളിനെ അയാളെ തന്നെ തേച്ച് വേറൊരാളുടെ ഒരു ഇത്. എന്തായാലും അപ്പൊ ഇതെന്തായാലും എന്താ പറയുക, എനിക്ക് ചിരി അടക്കാൻ പറ്റണില്ല, അത്രയ്ക്ക് ചിരിയാ വരുന്നത് ഇവളുടെ ഈ കാണിച്ചു കൂട്ടലും ഇതൊക്കെ കൊണ്ട്. എന്ത് തന്നെയാണെങ്കിലും ജാസ്മിന്റെ കാര്യം ഭയങ്കര കഷ്ടം തന്നെയാണ്. ഈ 23 വയസ്സായ ഒരു പെൺകുട്ടി എന്ത് ചെയ്യാൻ പാടില്ലായോ അതെല്ലാം ചെയ്തു കൂട്ടി ഈ സമൂഹത്തിന് വേണ്ടാത്ത കുറേ മെസ്സേജുകളാണ് ജാസ്മി എന്നൊരു ഇത് കൊടുക്കുന്നത്. യൂട്യൂബർ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നമുക്ക് ജാസ്മി എന്ന് പറയുമ്പോൾ നല്ലൊരു മതിപ്പുണ്ടായിരുന്നു, നല്ലൊരു ഇതുണ്ടായിരുന്നു. കേൾക്കുമ്പോൾ തന്നെ നല്ല കാണാൻ നല്ല സുന്ദരി, അതുപോലെ തന്നെ വാക്കുകൾ കൊണ്ട് പറഞ്ഞിതാക്കാനും എല്ലാം നമുക്ക് ഇത്രയും ഇതില്ല. പക്ഷെ
23 വയസ്സായ ഒരു പെൺകുട്ടിയുടെ ആ ഒരു ആക്റ്റീവും ഇതും അല്ലായിരുന്നു അവളുടെ യൂട്യൂബ് ചാനലൊക്കെ എടുത്ത് നോക്കി നല്ലൊരു യൂട്യൂബർ തന്നെയായിരുന്നു. എനിക്കും ഇഷ്ടമുള്ള നല്ലൊരു യൂട്യൂബർ തന്നെയായിരുന്നു. പക്ഷേ ഈ ബിഗ് ബോസിൽ വന്നതിന് ശേഷം ഇവിടെ ആകെ ആളെ മാറിപ്പോയി, ഭയങ്കരമായിട്ട് ഇതായിപ്പോയി. ബിഗ് ബോസിൽ വന്നതിന് ശേഷമാണ് അവളുടെ യഥാർത്ഥ സ്വഭാവങ്ങൾ മനസ്സിലാകാൻ തുടങ്ങിയത്. പിന്നെ മുന്നൊക്കെ വന്ന് പ്രതികരിച്ചു, മുന്നയുടെ വാക്കുകളൊക്കെ കേട്ടപ്പോഴാണ് മനസ്സിലായി. പിന്നെ എന്താണ് ബിഗ് ബോസിൽ കയറി ഗബ്രിയായിട്ടുള്ള കൂട്ടുകൂടിയപ്പോൾ അഫ്സൽ വന്ന് പ്രതികരിച്ചു. പിന്നെയാണ് ജാസ്മിയുടെ യഥാർത്ഥ കഥ എന്താണ് ലോകം മുഴുവൻ അറിയാൻ തുടങ്ങിയത്. എന്ത് തന്നെ എന്നാലും ജാസ്മിക്ക് ഇത് നല്ല ഇതല്ല. ഒരാളെ കാണും മറ്റൊരാളെ തേച്ച് ഇങ്ങനെ പോകുന്നത് എന്തായാലും നല്ലൊരു പ്രവണതയില്ല, ഒരു പെൺകുട്ടിക്ക് ചേർന്നൊരു നല്ലൊരു പ്രവണതയില്ല. ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല അവളുടെ ആ ഇത് ഭയങ്കര ഒരു ഇതായിപ്പോയി. എന്താ പറയാ, നമുക്ക് ഇതിപ്പോ മാതാപിതാക്കളാണ് ശരിയാക്കേണ്ടത്, അവർ തന്നെ കയറൂരി വിടുക എന്ന് പറയില്ല, ആ ഒരു രീതിയിലാണ് അവളെ വിട്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ ഈ പറഞ്ഞ നമ്മളൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. എന്ത് തന്നെയാണെങ്കിലും ഒരു പെൺകുട്ടി, ഒരു മുസ്ലിം എന്നൊരു ഇതിൽ ഞാൻ ജാതിഭേദം പറയുമൊന്നുമല്ല, മുസ്ലിം ഒരു അച്ചടക്കവും ഇതൊക്കെ ഉള്ളൊരു ഇതാണ്. മുസ്ലിമിന് മാത്രമല്ല എല്ലാവർക്കും അച്ചടക്കവും ഇതെല്ലാം വേണം. പക്ഷെ മുസ്ലിം സമൂഹം പറയുമ്പോൾ കുറച്ചുകൂടെ ഒരു ഒതുങ്ങി ഇതായിട്ടുള്ളൊരു ഇതാണ്. അപ്പം അത് ഒരുപാട് ഒതുങ്ങി തീരുമൊന്നും വേണ്ട, എന്നാലും ഒരു പെൺകുട്ടി എന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ ഒരു ഇത് വേണം. ഇത് പക്ഷെ നമ്മൾ അവിടെ കാണിച്ചു കൂട്ടുന്നത് ഭയങ്കര മോശമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് അവൾ പറയുന്നതും അതുപോലെ കാണിക്കുന്നതും. വൃത്തിയുടെ കാര്യമാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും. അപ്പം എന്ത് തന്നെയാണെങ്കിലും ജാസ്മിന്റെ ഭയങ്കര മോശമായിട്ടുള്ളൊരു ഇത് തന്നെയാണ് ഈ ഒരു ഇത് എന്താ പറയുക, നമ്മളൊരു പെൺകുട്ടിയാണ്, ഇങ്ങനെയൊന്നും ഇതാവാൻ പാടില്ല. ഇവിടെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ഇതൊക്കെ ഫേസ് ചെയ്യുക എന്താണെന്നൊന്നും അറിയില്ല. എന്തിനാണെങ്കിലും എനിക്കിതിപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു, അതുകൊണ്ട് വന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.